ബോട്ടിൽ ആർട്ട്. ഇതാണ് നമ്മുടെ കുട്ടി കെച്ചപ്പ് ബോട്ടിലാണ് ഈ പ്രാവശ്യം ബോട്ടിൽ ആർട്ട് ചെയ്തേക്കുന്നത്. ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം കുപ്പിയൊക്കെ കളക്ട് ചെയ്യാനും വാങ്ങാനും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ സാധനം ഇല്ലേ, നമ്മളെ വീട്ടിൽ വെറുതെ വാങ്ങിച്ച് ഉപയോഗിച്ച് കളയുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ ബോട്ടിൽ ആർട്ട്. ചെറിയൊരു ആൻറ്റിക്കിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അങ്ങനെ ആക്കിയെടുത്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത്തവണത്തെ ബോട്ടിൽ ആർട്ടിന് കെച്ചപ്പിന്റെ ബോട്ടിൽ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്തവണ ബേസ് കോട്ട് കൊടുക്കുന്നതും ബ്ലാക്ക് ആക്രിലിക് വെച്ച് തന്നെയാണ് കേട്ടോ. അതിന്റെ മുകളിലൊരു ഡിസൈൻ വരുന്നത് കൊണ്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആക്രിലിക് കൊടുത്തേക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ബേസ് കോട്ട് അടിക്കുന്ന സമയത്ത് അത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിന്റെ മുകളിൽ പെയിന്റ് അപ്ലൈ ചെയ്യാവൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഫോം ഫ്രൂട്ട് നെറ്റാണ്. അത് നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ ചില ഫ്രൂട്ട്സിൻ്റെ കൂടെയൊക്കെ റാപ്പ് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഫോം ഫ്രൂട്ട് നെറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ആ നെറ്റ് ആ ബോട്ടിലിന് പാകമാണ്. എന്നിരുന്നാലും ഞാൻ ഇച്ചിരി വൈറ്റ് ഗ്ലൂ താഴെ മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ വലിക്കുമ്പോഴോ പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോഴോ ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ നെറ്റിന്റെ മുകളിലും ബ്ലാക്ക് ആക്രിലിക് തന്നെ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് താഴത്തെ കളർ ബ്ലാക്ക് ഞാൻ കൊടുത്തത്. കാരണം ആ നെറ്റിനിടയിലോട്ട് ചില സമയത്ത് പെയിന്റ് അങ്ങോട്ട് അപ്ലൈ ആവത്തില്ല. അപ്പൊ നമുക്ക് ഒരല്ലാത്ത ബ്രഷ് വെച്ച് വേണമെങ്കിലും പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇട സൈഡിലൊക്കെ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പിസ്ത ഷെല്ലും പിന്നെ ആക്രിലിക്കിന്റെ പേൾ കളറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആ പിസ്ത ഷെല്ലിന്റെ മുകളിൽ നമുക്ക് ഈ പെയിന്റ് ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബോട്ടിൽ പെയിന്റ് അപ്ലൈന് ശേഷം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിസ്ത ഷെല്ല് ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റിക്കർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. നമ്മളൊരു ഫ്ലവറിന്റെ ഷേപ്പാണ് പിസ്ത ഷെല്ല് വെച്ച് ബോട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് പിസ്ത ഷെല്ല് ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഗ്ലൂ ഗണ്ണിൽ കൂടി വരുന്ന പശയ്ക്ക് നല്ല ചൂടാണ്. അത് നമ്മൾ ഈ നെറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നെറ്റ് ഉരുകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് അങ്ങ് തേച്ച് വെച്ച് കൊടുക്കരുത്. കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് വേഗം തന്നെ പിസ്ത ഷെല്ല് ഒട്ടിച്ചെടുക്കണം. യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ചലന്തിവല പോലെ കുറച്ച് നെറ്റ് ഉണ്ടാവും. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ ഏകദേശം രണ്ട് സൈഡിലും ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് ആക്രിലിക്കിന്റെ ഗോൾഡൻ കളറാണ്. ആ ഗോൾഡൻ കളർ വെച്ചിട്ട് ആ നെറ്റിൽ മാത്രം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്ലാക്കിന്റെയും പിങ്കിന്റെയും കൂടെ ഗോൾഡൻ കളറും കൂടി ചേരുമ്പോൾ നല്ല ഭംഗിയാവും ബോട്ടിൽ കാണാൻ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഫെവിക്കോളിന്റെ വൈറ്റ് ഗ്ലൂ ആണ്. പിന്നെ ഒരു പിങ്ക് കളർ വൂളൻ ത്രെഡും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോട്ടിലിൽ ബോട്ടം സൈഡിലായിട്ട് കുറച്ച് ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഭംഗിയുള്ള ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു ബോട്ടിൽ ആർട്ടാണ്. കാരണം ഒട്ടും അറിയാത്തവർക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.